കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മുന്നിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു സമസ്യയാണ് ഡാനിഷ് ഫറൂഖ് എന്ന താരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ അത്യാവശ്യം മോശമായിട്ട് കളിക്കുന്ന നിരവധി താരങ്ങളുണ്ട്. ഇന്ത്യൻ താരങ്ങളുടെ പേരെടുത്ത് പറയാനാണെങ്കിൽ കുറെ എണ്ണത്തിനെ ചൂണ്ടിക്കാണിക്കാൻ പറയും. മര്യാദയ്ക്ക് ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, എന്തൊക്കെയോ കാണിക്കുന്ന, നിലാവത്തഴിച്ചുവിട്ട കോഴിയെ പോലെ ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന, അനാവശ്യമായിട്ട് ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്ന കുറെ താരങ്ങളുടെ പേരെടുത്ത് കാണിക്കാമെങ്കിൽ പോലും അതിൽ ഏറ്റവും വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന താരമാണ് ഡാനിഷ് ഫറൂഖ്. പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ബംഗളൂരു എഫ്സിയിൽ നിന്നാണ്. അന്നത്തെ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് നേരിട്ട് നടത്തിയ റിക്രൂട്ട്മെന്റ് ഒക്കെ ആയിട്ടാണ് സോഷ്യൽ മീഡിയയുടെ പാടി പുകഴ്ത്തിയത്. പക്ഷേ ഇവാൻ മുതൽ കാറ്റാല വരെയുള്ള പരിശീലകർക്കിടയിൽ ആർക്കും ഡാനിഷ് ഫറൂഖിന് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇടയ്ക്ക് ചില പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. കയറി മുന്നിലേക്ക് വന്ന് ഗോൾ അടിച്ച ഡാനിഷ് ഫറൂഖിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയധികം ദുരന്തപൂർണമായിട്ടുള്ള പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെച്ച ഒരു താരം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം അത്രമാത്രം മോശമാണ് ഡാനിഷ് ഫറൂഖ് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം കാണിക്കുന്ന പ്രകടനത്തിലെ പോരായ്മകളും അപര്യാപ്തതകളും. പിന്നെ ഡാനിഷിനെ മാത്രം പറയാൻ പറ്റില്ല. ഇത്തവണത്തെ കാറ്റാലയുടെ തന്ത്രങ്ങൾ മുഴുവൻ വീക്ക് എന്ന് പറഞ്ഞാൽ ബോൾ പ്ലേയിങ് പ്ലേസ് നമുക്കില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഗോൾ കീപ്പറിൽ നിന്നും പന്ത് ബിൽഡപ്പ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോയി ഗോൾ അടിക്കാനുള്ള താരങ്ങളില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് പോലും നമ്മൾ ആദ്യം ഗോൾ കൺസീഡ് ചെയ്യാൻ കാരണം നമുക്ക് ബിൽഡപ്പ് പ്ലേ കളിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ട് പോലും ബിൽഡപ്പ് ഫ്രം ബിഹൈൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ പോയതാണ്. ഏതായാലും നമ്മളുടെ താരങ്ങൾക്ക് പന്തിറക്കമില്ല, അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പന്ത് ലൂസാവും. ആർസൻ മിഷേക്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കൃത്യമായിട്ട് ലോങ് കിക്കുകൾ ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് മുംബൈ സിറ്റിയുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൂർവ്വ ലജൻപയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന 2-3 ഗോൾ കിക്കുകൾ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് അപകടം വിധിച്ചിരുന്നു എന്നുള്ളതും എടുത്തു കാണിക്കണം. ഡാനിഷിനെയാണ് ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഡാനിഷിന്റെ പ്രകടനം ഒരു തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അദ്ദേഹം ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓടുന്നില്ല. പിന്നെന്താണ്, ബോൾ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൺട്രോൾ ചെയ്യുന്നില്ല. പാസ് ഡെലിവറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് ഡെലിവറി ചെയ്യുന്നില്ല. ഡിഫെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡിഫെൻഡ് ചെയ്യുന്നില്ല. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ എതിരാളികളുടെ ആക്രമണത്തിന്റെ മുന്നേടിക്കാനും പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല. സ്വന്തം ടീമിന് വേണ്ടി ആക്രമണങ്ങൾക്ക് വഴിമരുന്നിടാനും ഡാനിഷിനെ കൊണ്ട് പറ്റുന്നില്ല. അനാവശ്യമായിട്ട് ഫൗളുകൾ മാത്രം കമ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡാനിഷിന്റെ പ്രകടനം വളരെ വളരെ നിരാശപ്പെടുത്തുകയാണ്. അത് ഇന്നോ ഇന്നലെയോ അല്ല, ഇവാൻ തൊട്ട് കാറ്റാല വരെയുള്ള എല്ലാ പരിശീലകരുടെ കീഴിലും ഒരു കൺസിസ്റ്റൻസിയോടുകൂടി ആരാധകരെ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. കൺസിസ്റ്റൻസിയോടുകൂടി അദ്ദേഹം നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇടയ്ക്കിടയ്ക്ക് 1-2 മത്സരങ്ങളിൽ തിളങ്ങുന്നതല്ലാതെ ഡാനിഷിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസും സാറ്റിസ്ഫാക്ഷനും ഒന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല.